ഞാൻ മൊത്തത്തിലൊരു ഞാൻ നിങ്ങളെ വിളിച്ചു പോകുന്നത് അതുകൊണ്ടാണ്. ഞാൻ മൊത്തത്തിലൊരു വല്ലാത്തൊരു സിറ്റുവേഷനില്ല. വേറെ ഒന്നുമില്ല, എനിക്ക് രേഷ്മടുത്തും പിള്ളേർത്തും ഒന്ന് ഫോണിൽ സംസാരിക്കണം നടക്കും. വേറെ ഒന്നുമില്ല. ഒന്ന് അത് രണ്ട് ആ ബിൻസി ഇവിടുന്ന് ഔട്ടായപ്പോയപ്പോൾ ഞാൻ അവരോടൊരു ബോണ്ടിങ് ആയിരുന്നല്ലോ, നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നില്ലേ. അപ്പം അത് 2-3 ദിവസം ആയുള്ളൂ. പക്ഷെ അത് ഇവിടെ വേറൊരു രീതിക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ചേച്ചി. അപ്പം അതൊക്കെ എനിക്ക് ആകെ പ്രശ്നം. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എൻ്റെ ഭാഗത്തൊരു തെറ്റുമില്ലെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഇല്ല, പക്ഷെ അത് വെച്ചൊരു ഗെയിം കളിക്കുകയാണ്. ഞാനിവിടെ എല്ലായിടത്തും ഒരേപോലെ അല്ലേ പെരുമാറാം. ആ കൊച്ചുമായിട്ട് 2 ദിവസമായിട്ട് ഓവർ സംസാരിച്ചു. അത് എൻ്റെ ഗെയിമിൻ്റെ ഭാഗമായിട്ട് സംസാരിച്ചതാണ്. അതിന് വേറെ രീതിക്കൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല. പല ആളുകളല്ലേ എന്ത് പറയാനാ. ഗെയിമൊന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷെ എനിക്ക് ഞാൻ ആർക്കും വേണ്ടി ചേച്ചിൻ്റെ അകത്ത് വന്നേ. ഞാൻ ചേച്ചി എത്ര തവണ പറഞ്ഞു, എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ മക്കൾക്ക് വേണ്ടിയല്ലേ ഇവിടെ വന്നേ. അപ്പോൾ അവർക്കൊരു വിഷമം തരുന്ന ഒരു അംശം പോലും നടക്കാൻ പാടില്ലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇവന്മാർ ഇങ്ങനത്തെ കേസുകളും വാക്കുകളൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓരോ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഓരോന്ന് വിളിച്ചു പറയുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? ശരിയാണ്, അവർ ഞാനുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിരുന്നു. പോയപ്പോൾ എനിക്ക് വിഷമമായി, ഞാൻ കണ്ണ് നിറഞ്ഞു, കരഞ്ഞു. അത് നിങ്ങൾ പോലും ഞാൻ കരയുന്ന ആളെ, ആര് പോലും കരയും. നമുക്കുമായിട്ട് അത്രയും അടുത്ത് നിൽക്കുന്ന ആൾക്കാരല്ലേ ഇത്ര ദിവസങ്ങളായിട്ട്. പക്ഷേ ഷാനവാസ് ഔട്ടായി ഞാൻ കരയില്ല ചിലപ്പോൾ. കാരണം അത്രമാത്രം എന്നെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുക അവിടെ. ഞാനിനി ആ വിഷയം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സംസാരിക്കേണ്ട അത് അല്ലേ.